പിന്നെ ഇത് വളരെ ലോജിക്കലായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു സ്റ്റേജിൽ പുതുതായിട്ടൊരു കാര്യം കണ്ടെത്തുകയാണെങ്കിൽ ഏത് സ്റ്റേജിലും ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ള അധികാരമുണ്ട് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്ക്. കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസികൾക്ക് ഏത് സ്റ്റേജിലും അന്വേഷണം നടത്താനുള്ള അധികാരമുണ്ട്. അത് നമ്മൾ കോമൺ സെൻസ് ആയിട്ടാണെങ്കിലും ഒരു സുപ്രീം കോടതി ഒരു വിധി ഏതെങ്കിലും ഒരു ഫൈനൽ ജഡ്ജ്മെന്റ് തന്ന ഒരു കേസിൽ പോലും പുതുതായിട്ടൊരു തെളിവ് വരികയോ എന്തെങ്കിലും പുതിയൊരു സാഹചര്യം ഉരുത്തിരിയുകയോ ചെയ്യണമെങ്കിൽ ഒരു അന്വേഷണം നടത്തുന്നതിന് യാതൊരു തടസ്സവുമില്ല ജനറലായിട്ട് ക്രിമിനൽ കേസുകളിൽ. അപ്പൊ അതും ഇവിടെ ബാധകമാണ്. കാരണം ഇന്ന് ആഭ്യന്തരമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ നവീൻ ബാബുവിന്റെ കുടുംബം വന്ന് പറഞ്ഞതിലെ ചില പുതിയ വസ്തുതകൾ കൂടി ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതും ഒരു കാരണമാണ്. ഈ സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ട സ്ഥിതിക്ക് CBI അന്വേഷണം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരാണ്. ശരി, അപ്പോൾ സംസ്ഥാന സർക്കാർ ആ തീരുമാനമെടുത്തിരിക്കുകയാണ്. നിർണായക തീരുമാനം. നവീൻ ബാബു മരിച്ച് 1 വർഷവും 7 മാസവും പിന്നിടുമ്പോഴാണ് അത്തരമൊരു നീക്കം ഉണ്ടാകുന്നത്. പല തവണ കുടുംബം ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നതാണ്. അതിൽ ഉത്തരവായി അത് അടുത്ത ദിവസം പുറത്തിറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയുമാണ്. അപ്പോൾ CBIക്ക് വരുന്നതിൽ യാതൊരു തടസ്സവുമില്ല എന്നതാണ് നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ചൂണ്ടിക്കാട്ടുന്നത്. ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോകുന്നു, താങ്കളിലേക്ക് തിരിച്ചെത്താം.